അവിടെ തുടങ്ങിയോ? ഇനി നമ്മൾ ചെസ്റ്റ് എക്സ്റേ ആണ് അടുത്ത് എടുക്കുന്നത്. അപ്പം ചെസ്റ്റ് എക്സ്റേ പറയുമ്പോഴത്തേക്കിനും സംഭവം ഷോർട്ട് നോട്ട് ആണ് പറയുന്നത്. ഹലോ, കട്ടായിരുന്നു, പറഞ്ഞു. വരത്തോട്ടെ. ഈ ചെസ്റ്റ് എക്സ്റേ ഈ NAST എന്ന് പറഞ്ഞ ഷോർട്ട് നോട്ട് ആട്ടോ, ഞാൻ പറയാൻ മറന്നുപോയായിരുന്നേ. എടാ പക്ഷെ ഇതൊന്നും ഇല്ല ടെക്സ്റ്റിലാണെങ്കിലും ഇതിലാണെങ്കിലും. ഓക്കെ, ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇതില് ആകെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള കാർഡിയോ മെഗാലി കാണും. മൈൽഡ് ടു മോഡറേറ്റ് കാർഡിയോ മെഗാലി ഉണ്ടാവും. റൈറ്റ് ഏട്രിയും റൈറ്റ് വെൻട്രിക്കിളും എൻലാർജ്മെന്റ് കാണും. പിന്നെ പൾമിനറി ആർട്ടറി സെഗ്മെന്റ്സ് എല്ലാം നല്ല പ്രോമിനന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചുറ്റുമുള്ളത് വെസൽസ് എല്ലാം പെരിഫറിയിലോട്ട് നല്ല പ്രോമിനന്റ് ആയിരിക്കും, കാരണം അതിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുതലാണല്ലോ, ഓവർലോഡ് ഉണ്ടല്ലോ. അപ്പം അവരൊക്കെ നല്ല പ്രോമിനന്റ് ആയിരിക്കും. പിന്നെ റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിൾ എൻലാർജ്മെന്റ് ഉണ്ടാവും. റൈറ്റ് വെൻട്രിക്കിളും ഏട്രിയുടെ എൻലാർജ്മെന്റ് കാണിക്കും. പിന്നെ മോഡറേറ്റ് ആയിട്ട് കാർഡിയോമെഗാലി, ഇത്രയൊക്കെ ഉള്ളൂ ടെക്സ്റ്റിൽ പറയുന്നതായിട്ട്. പിന്നെ ലെഫ്റ്റ് ഏട്രിയത്തിലൊന്നും ഒരു എൻലാർജ്മെന്റ് അങ്ങനെ ഒന്നും കാണത്തില്ല. എക്സ്റേ വേറെ പൾമിനറി വസ്കുലർ മാർജിൻസ് ഒക്കെ പ്രോമിനന്റ് ആയിരിക്കും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നാണ്. പിന്നെ നമ്മള് എക്കോ എടുക്കും. എക്കോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, പൾമിനറി ആർട്ടറി എല്ലാം ഡയലേറ്റഡ് ആയിരിക്കും എന്ന് കാണിക്കും. പിന്നെ നമ്മൾ ഡോപ്ലർ എക്കോ എടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടർബുലൻസ് കാണാൻ പറ്റും. പൾമിനറി വെസൽസിൽ ആ ടർബുലൻസ് കാണാൻ പറ്റും. ഇതാണ് എക്കോയിൽ പറയുന്നത്. എല്ലാത്തിനെയും ഡയലേറ്റഡ് ആണെന്നും പിന്നെ ഡോപ്ലർ എടുക്കുമ്പോൾ നമുക്ക് ടർബുലൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ, സർജിക്കൽ ആയിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം, സർജിക്കൽ ക്ലോഷ്യർ ചെയ്യാം. റൈറ്റ് ഏട്രിയ ഓപ്പൺ ചെയ്ത് നമുക്ക് സർജിക്കലി തന്നെ ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ ട്രാൻസ് കത്തീറ്റർ ഡിവൈസ് ക്ലോഷ്യർ ഉണ്ട്. ട്രാൻസ് കത്തീറ്റർ ഡിവൈസ് ക്ലോഷ്യർ കത്തീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫക്റ്റിനെ ക്ലോസ് ചെയ്യാം. കൂടുതലായിട്ടും സർജിക്കൽ ക്ലോഷ്യർ ഈ സ്കൂൾ എൻട്രിക്ക് മുന്നേ കുട്ടികൾക്ക് നമ്മളിത് ചെയ്യണം. ഓക്കെ, സ്മോൾ ഡിഫക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാം. ഈ എക്കോ കാർഡിയോഗ്രാം ഒക്കെ ചെയ്തിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാം, അത് തനിയെ ക്ലോസ് ആവും നോക്കി ഒബ്സർവ് ചെയ്യാം. പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ആന്റി അരിത്മിക് തെറാപ്പിയാണ്. ഇപ്പം അസോസിയേറ്റഡ് ആയിട്ട് ഏട്രിയൽ ഫിബ്രിലേഷനോ സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയോ ഒക്കെ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആന്റി അരിത്മിക് തെറാപ്പി കൊടുക്കാം. പിന്നെ ഫോസ്ഫോഡയസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ്, നമുക്ക് പൾമിനറി ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് ഫോസ്ഫോഡയസ്റ്ററേസ് ഇൻഹിബിറ്റർ കൊടുക്കാം. സിൻറ്റനാഫിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഒന്നുകൂടെ പറയണോ? ഈ ഒരു ക്ലിനിക്കൽ സിനാരിയോ നേരത്തെ കാണിച്ചില്ലായിരുന്നോ, അതെന്തായിരുന്നു? ഏതാ? ശരിയാ, അതില്ലേ ഞാന് ഒരു എക്സ്റേ എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് അതിന് ആ എക്സ്റേക്കകത്തുള്ള സംഭവങ്ങളാണ് ഈ പറയുന്ന സാധനങ്ങൾ. ഒരു 34-year-old വിമൻ ഒക്കെ ഷോർട്ട് ബ്രെത്ത് ആയിട്ട് വന്നു. അവർക്ക് എടുത്ത ഒരു എക്സ്റേ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനതിപ്പോ കാണുന്നില്ല. ഞാൻ എവിടെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് മെയിൻ ആയിട്ട് അവരുടെ പൾമിനറി ആർട്ടീരിയൽ സെഗ്മെന്റ് ഒക്കെ നല്ല ഇതായിട്ട് പ്രോമിനന്റ് ആയിട്ട് കാണും. ഹൈലാറിലെ റൈറ്റും ലെഫ്റ്റും ഒക്കെ പൾമിനറി ആർട്ടറീസ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നു. പിന്നെ വെസൽസ് എല്ലാം നല്ല ഷാർപ്പാണ്, പ്ലൂറയിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ റൈറ്റ് ഹാർട്ട് സൈഡിൽ എൻലാർജ്മെന്റ് ഉണ്ട്, അത് ക്ലോക്ക് വൈസ് ലെഫ്റ്റ് വേർഡ് ആണ്, കാർഡിയാക് റൊട്ടേഷൻ എന്നൊക്കെ പറയും. പിന്നെ സുപ്പീരിയർ വീന കാവയിലൊക്കെ നല്ല പ്രോമിനന്റ് ആയിട്ട്, സുപ്പീരിയർ മെഡിയസ്റ്റിനം നാരോ കാണുന്നു. ഹാർട്ട് സെൻട്രൽ നിന്നും ലെഫ്റ്റിലോട്ട് മിഡ് ലൈൻ ഡിസ്പ്ലേസ് ആയിട്ടുണ്ട് ഹാർട്ട്. അതാണ് ഈ ലെഫ്റ്റ് വേർഡ് കാർഡിയാക് റൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡ് എൻലാർജ് ആയിട്ട് ലെഫ്റ്റിലോട്ട് നീങ്ങിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഫിസിയോളജിക്കൽ സ്പ്ലിറ്റിംഗ് പറഞ്ഞില്ലായിരുന്നു, A2 P2 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുമെന്ന്.
അത് നമുക്ക് നോർമലി എല്ലാവർക്കും ഏതോ ഒരു 4 ഏരിയ ഉണ്ടല്ലോ നമ്മുടെ ഹാർട്ടിന്. ട്രൈകസ്പിഡ് ഏരിയ, ഇത് സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിൽ പൾമണറി ഏരിയയിലാണ് നമുക്കിത് കേൾക്കാൻ പറ്റുന്നത്. പൾമണറി ഏരിയയിൽ എല്ലാരും സ്റ്റെപ്പ് വെച്ച് നോക്കിയാൽ നമുക്ക് ഫിസിയോളജിക്കൽ സ്പ്ലിറ്റിംഗ് കേൾക്കാൻ പറ്റും. എടാ സംഭവം അത് മാത്രല്ല, നമുക്ക് 4 ടൈപ്പിലാണ് സ്പ്ലിറ്റിംഗ് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റില് പീഡിയാട്രിക് ടെക്സ്റ്റില് 6.5 ഒരു ഡയഗ്രാം ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് എടുക്കാവോ? എന്റെ ഡയഗ്രാം വളരെ ദുർഗന്ധമായുണ്ട്. അല്ല നീ ആ ഡയഗ്രാം ഇല്ലാത്തിടാവോ? പറഞ്ഞുതരായിരുന്നു. ഹലോ, ആരെങ്കിലും കയ്യിൽ ഇപ്പൊ ടെക്സ്റ്റ് ഓപ്പൺ ആണോ? ഇതിനൊക്കെ പറയാം. അതിന്ന് ഞാൻ നോർമൽ ആയിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. നോർമലി നമ്മുടെ S1 നോർമലി S1 404 അല്ലെങ്കിൽ വേണ്ടടാ, ഞാൻ ഇത് നോക്കാം. ഇതൊന്ന് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ പിക്ചറും കൂടെ കയ്യിൽ വെച്ച് നോക്കിയാൽ മതിയേ. നോർമലി നമുക്ക് S1 ഉണ്ട്, S2 ഇങ്ങനെ S2 A2 P2 ആയിട്ട് 2 എണ്ണം. ഓക്കെ, ഇത് എക്സ്പിറേഷൻ സമയത്ത് നടക്കുന്നത്, ഇത് ഇൻസ്പിറേഷൻ സമയത്ത് നടക്കുന്നത്. ഓക്കെ, ഇൻസ്പിറേഷൻ സമയത്ത് നോർമലി നോക്കുമ്പോഴത്തേക്കിനും S1 നടക്കുന്നു, പിന്നെ S2 A2 P2 കുറച്ചുകൂടെ വൈഡർ ആയിട്ട് നടക്കുന്നു. അപ്പം ഇവിടെ ലബ് ഡ്രപ്പ് അങ്ങനെയായിരിക്കും നമുക്ക് കേൾക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് വൈഡ് ആൻഡ് വേരിയബിൾ ആയിട്ടുള്ള ടൈപ്പാണ് അടുത്തത്. ഓക്കെ, വൈഡ് ആൻഡ് വേരിയബിൾ. ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് S1 നടക്കും. ഓക്കെ, S2 സമയത്ത് എന്താണ്, കുറച്ച് A2 P2 കുറച്ച് വൈഡ് ആവും. ഓക്കെ, ഡിഫറെന്റ് കളർ യൂസ് ചെയ്യണം, കുറച്ച് വൈഡ് ആവും. ഓക്കെ, സത്യം ഇത് A2, ഇത് P2. ഓക്കെ, ഇവിടെ വൈഡ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ A2 വന്നു, P2 കുറച്ച് വൈഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നോർമൽ നിന്നും ഇവിടെ നമുക്ക് ഒറ്റ സൗണ്ട് ആയിട്ടാണ് കേൾക്കുന്നത്. A2 P2 ഇവിടെ നോർമലി നമുക്ക് എക്സ്പിറേഷനിൽ ഒറ്റ സൗണ്ട് ആയിട്ടാണ് കേൾക്കാം. പക്ഷെ ഇവിടെ വൈഡ് ആയത് കാരണം 2 സൗണ്ട് ആയിട്ട് ഡ്രൂപ്പ് എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഇതേപോലെ തന്നെ സെയിം ആയിരിക്കും. അവിടെ ഇൻസ്പിറേഷനിൽ കേൾക്കുന്ന പോലെയാണ് നമുക്ക് ഇവിടെ എക്സ്പിറേഷനിൽ കേൾക്കാനും പറ്റും. പിന്നെ എന്താണ്, ഇവിടെ എന്താണ്, ഇവിടെ S1 നടന്നു, ഇൻസ്പിറേഷനിൽ S1 നടന്നു. പിന്നെ S2 എന്ന് പറയുന്നത് A2, പിന്നെ P2. ഈ P2 കുറച്ചുകൂടെ വൈഡ് ആവും, ഡ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേൾക്കും. ഓക്കെ, ഇവിടെ നമുക്ക് നോർമലി ഇവിടെ ഇൻസ്പിറേഷൻ ആവുമ്പോൾ ഇവിടെ വൈഡ് അയച്ചു, അങ്ങനെ ഇവിടെ കുറച്ചുകൂടെ വൈഡ് ആവും. ഇവിടെ വേരിയബിൾ ആവുന്നുണ്ട് എന്ന് വെച്ചാൽ എക്സ്പിറേഷനിൽ നിന്നും ഇൻസ്പിറേഷനിലാവുമ്പോൾ അത് വേരി ചെയ്യുന്നുണ്ട്. അതാണ് വൈഡ് ആൻഡ് വേരിയബിൾ ആവുന്നത് ഒരു ടൈപ്പ്. ഓക്കെ, വൈഡ് ആൻഡ് ഫിക്സ്ഡ് ആണ് ഒരു ടൈപ്പ്. വൈഡ് ആൻഡ് ഫിക്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ നമ്മുടെ S1 നടക്കുന്നുണ്ട്, S1 കഴിഞ്ഞു, എന്നിട്ട് നമ്മുടെ S2 നടന്നു. ഓക്കെ, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ വൈഡ് ആൻഡ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ ഇപ്പം ASD പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. ഇവിടെ രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ഒരേ വൈഡനിങ്ങും ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും ഒരു മാറ്റം ഉണ്ടാവത്തില്ല. മനസ്സിലായോ? ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഡ്രോപ്പ്, അവിടെ വൈഡ് ആൻഡ് വേരിയബിൾ ലെഫ്റ്റ് ഡ്രോപ്പ്, അപ്പുറത്ത് ലെഫ്റ്റ് ഡ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ നീളും. ഓക്കെ, വേരിയബിൾ ആൻഡ് ഫിക്സ്ഡിന്റെ അകത്ത് വരുമ്പോഴത്തേക്കിനും ലെഫ്റ്റ് ഡ്രൂപ്പ് തന്നെ, ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ഓക്കെ, കുറച്ചുകൂടെ വൈഡ് ഉണ്ടാവും. നമ്മളിപ്പം ASD പഠിച്ചത് ഈ ഒരു
തേർഡ് ടൈപ്പ് ആണ്, വൈഡും ആണ് അതേപോലെ തന്നെ ഫിക്സ്ഡും ആണ്, വേരിയബിൾ അല്ല. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് പാരഡോക്സിക്കൽ ആണ്. പാരഡോക്സിക്കൽ അഥവാ റിവേഴ്സ് സ്പ്ലിറ്റിംഗ് എന്ന് പറയും. ഓക്കെ, പാരഡോക്സിക്കൽ അഥവാ റിവേഴ്സ്. പാരഡോക്സിക്കൽ അഥവാ റിവേഴ്സ് സ്പ്ലിറ്റിംഗ് എന്ന് പറയും. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ അയോട്ടിക് വാൽവ് ക്ലോഷർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഡിലേഡ് ആവും. അപ്പം നമ്മുടെ S1 ഇല്ലേ, നമ്മുടെ ഇപ്പം S1 നടന്നു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ A2 ഇല്ലേ, ഓക്കെ, A2 ഉണ്ടാവാനായിട്ട് A2 അയോട്ടിക് വാൽവ് ക്ലോഷർ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് നടക്കാനായിട്ട്. എന്തെങ്കിലും ഒരു പത്തോളജിക്കൽ കോസ് കാരണം A2 ഒരുപാട് സമയം എടുത്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഈ A2ന്റെ ക്ലോഷർ എന്ന് പറയുന്നത് ഇത് കാരണം P2ന്റെ ക്ലോഷർ കഴിഞ്ഞിട്ടായിരിക്കും A2ന്റെ ക്ലോഷർ നടക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് ആണ് നടക്കുന്നത്. നമുക്ക് ആദ്യം കേൾക്കാൻ പറ്റുന്നത് P2 ക്ലോസ് ചെയ്യുന്നതും പിന്നെയാണ് A2 ക്ലോസ് ചെയ്യുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് എന്താണ് പാരഡോക്സിക്കൽ അല്ലെങ്കിൽ റിവേഴ്സ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എക്സ്പ്രഷനിൽ കാണുന്നതാണ് ഈ ഒരു റിവേഴ്സൽ. ഓക്കെ, ഇൻസ്പിറേഷൻ ആവുമ്പോഴത്തേക്കിനും നമുക്കറിയാലോ, ഇൻസ്പിറേഷൻ സമയത്ത് ഇൻസ്പിറേഷൻ നമ്മുടെ ഇതിനെ ബാധിക്കുമല്ലോ, എന്താ അതിന്റെ പേര്, ഇൻസ്പിറേഷൻ കാരണമാണ് നമ്മുടെ ഈ P2 കുറച്ചുകൂടി ഡിലേഡ് ആവുന്നത്. ഇൻസ്പിറേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ P2 നോർമൽ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇൻസ്പിറേഷൻ സമയം നടക്കുമ്പോൾ ഈ ഒരു കേസിലും P2 കുറച്ചുകൂടെ ഡിലേഡ് ആവും. അങ്ങനെ എന്താ സംഭവിക്കുക, ഇവിടെ ഇപ്പം S1 നടന്നു, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ A2 P2 കൂടെ ഫ്യൂസ് ചെയ്യും, ഒറ്റ സൗണ്ട് ആയിട്ട് നമുക്ക് ഇവിടെ കേൾക്കും. ഓക്കെ, പാരഡോക്സിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എക്സ്പിറേഷൻ സമയത്ത് നമുക്ക് ആദ്യം S1ന് ശേഷം ആദ്യം വരുന്നത് P2 ആണ്, പിന്നാണ് A2 വരുന്നത്. ഓക്കെ, പിന്നെ എക്സ്പിറേഷൻ സമയം ആവുമ്പോഴത്തേക്കിനും ഇൻസ്പിറേഷൻ സമയം ആവുമ്പോഴത്തേക്കിനും P2 കുറച്ചും കൂടെ ഡിലേ ചെയ്തിട്ട് അവര് A2 ആയിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ, A2 എന്തോ അയോട്ടിക് വാൽവ് ക്ലോസ് ചെയ്യാൻ കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട്, അത് കാരണമാണ് ഇത് വരുന്നത്. അപ്പം ഒരുപാട് ഡിലേ കാരണം P2 കഴിഞ്ഞിട്ടാണ് A2 നടക്കുന്നത്. അപ്പൊ ഇൻസ്പിറേഷൻ സമയത്ത് P2 ഓൾറെഡി ഡിലേ ആവുന്നതാണ്. അപ്പം P2 കൂടെ ഡിലേ ആയി A2 P2 കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇൻസ്പിറേഷൻ സമയത്ത് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. ഇതാണ് ഈ S2 സ്പ്ലിറ്റിങ്ങിന്റെ പല ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം നോർമൽ ഇൻസ്പിറേഷൻ സമയത്ത് A2 P2 ഒരേപോലെയാണ് നമുക്ക് കേൾക്കുക. എക്സ്പിറേഷൻ സമയത്ത് A2 P2 ഒരേപോലെ നമുക്ക് വൺ സൗണ്ട് ആയിട്ട് കേൾക്കും. ഇൻസ്പിറേഷൻ സമയത്ത് ഇത് സ്പ്ലിറ്റ് വൈഡൻഡ് ആവുന്നതുകൊണ്ട് A2 P2 നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കേൾക്കും. നമ്മൾ വൈഡ് ആൻഡ് വേരിയബിൾ S2 എന്ന് പറയുമ്പോഴത്തേക്കിനും എക്സ്പിറേഷൻ സമയത്ത് അത് കുറച്ച് വൈഡനിങ് കാണിക്കും, രണ്ട് സൗണ്ട് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇൻസ്പിറേഷൻ സമയത്ത് ഈ വൈഡനിങ് കുറച്ചും കൂടെ വലുതാവും, വേരി ചെയ്യും, ആദ്യത്തെ വൈഡനിൽ നിന്നും കുറച്ചും കൂടെ വേരി ചെയ്യും. ലെഫ്റ്റ് ഡ്രൂപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഡ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സെക്കൻഡ് ഇൻസ്പിറേഷൻ സമയത്ത് കേൾക്കുന്നത്. ഇനി അടുത്തത് നമ്മളുടെ ഈ ASGയിൽ കണ്ട പോലെ വൈഡ് ആൻഡ് ഫിക്സ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈമിലും എക്സ്പിറേഷൻ ആയാലും ഇൻസ്പിറേഷൻ ആയാലും എന്താണ് അവരുടെ വൈഡനിങ് ആ സ്പേസ് ഫിക്സ്ഡ് തന്നെയായിരിക്കും, ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ഓക്കെ, ആ സ്പ്ലിറ്റ് നടന്നിരിക്കുന്നത് സെയിം ആയിട്ടാണ്, ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും ഒരേപോലെ ആയിരിക്കും കേൾക്കുന്നത്. പക്ഷെ വൈഡൻഡ് ആണ്, രണ്ട് സൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാം. ലെഫ്റ്റ് ഡ്രൂപ്പ് ലെഫ്റ്റ് ഡ്രൂപ്പ് ലെഫ്റ്റ് ഡ്രൂപ്പ് തന്നെ കേൾക്കാം. പാരഡോക്സിക്കൽ അഥവാ റിവേഴ്സ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് A2ന് മുമ്പായിട്ട് A2 എന്തോ കാരണത്താൽ ഡിലേ ആവുന്നു. അപ്പം അവിടെ ഒരു റിവേഴ്സൽ നടക്കുകയാണ്. P2 ആദ്യം ക്ലോസ് ചെയ്തിട്ട് പിന്നെ A2 ക്ലോസ് ചെയ്യുന്നു. അപ്പം ആദ്യം P2 പിന്നെ A2 വരാം. ഇത് എക്സ്പിറേഷനിൽ നടക്കും. ഇൻസ്പിറേഷനിൽ വരുമ്പോഴത്തേക്കിനും P2 കൂടെ ഡിലേ ആവുകയാണ്. അങ്ങനെ P2 ഡിലേ ആവുമ്പോഴത്തേക്കിനും രണ്ടുപേരും കൂടെ ഫ്യൂസ് ചെയ്യും. അപ്പൊ ഒറ്റ സൗണ്ട് ആയിട്ട് കേൾക്കും. മനസ്സിലായോ?
ഈ പിന്നെ സൗണ്ട് നാരോ നമ്മൾ സ്പ്ലിറ്റ് ഉണ്ട് കേൾക്കുന്നത് കേട്ടോ. സെക്കൻഡ് നാരോ ഇന്നലെ സ്പ്ലിറ്റോ. പഠിച്ചില്ലേ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയ. ശരി. ഇത് നമ്മുടെ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിലെ ലെഫ്റ്റ് സൈഡിലെ ഇന്റർകോസ്റ്റൽ സ്പേസിലെ പൾമണറി ഇതിലാണ്